guys, welcome back to another vlog on Surya Sam family. അപ്പോഴേ ചിരിച്ചിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്, സാഡ് ന്യൂസ് ഉണ്ട്. മറ്റൊന്നുമല്ല, ഇതാണ്ട് നമ്മുടെ ചക്കയുടെ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മേളിൽ നിന്ന് എന്തോ പ്ലാവ് എന്തോ വെട്ടിയപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചായിരുന്നു കേട്ടോ. വേറൊരു ചക്കയുടെ പകുതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത് യൂസ് ചെയ്തു. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. തുറക്കണോ? തുറക്കണ്ടല്ലോ, വേണ്ടല്ലോ, തുറന്നു. അപ്പൊ നമുക്ക് കളയാം. ഇനിയിപ്പൊ ഇത് കളയലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. സാം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമുള്ളൂ. സാമിന് ഒന്നിനെയും പേടിയില്ല. സാം ഭയങ്കര പാമ്പ് പേടിയുണ്ട്. പിന്നെ പാമ്പിന് എല്ലാവർക്കും പേടിയുണ്ടാവില്ലേടാ. ന്യൂസ് പേപ്പറിൽ എടുക്കുക. നമുക്ക് ഇവിടെ കളയാം. നമുക്ക് നമ്മളുടെ പറമ്പിൽ കൊണ്ടത് കളയാം. അത് തരും. എനിക്ക് ഇഷ്ടമല്ല ഡോഗ്സിനെ. ഇവിടെ ഇരിക്കട്ടെ, വീഴില്ലല്ലോ. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. കോഴിത്തൂവൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ലോഗ് വേറെ ഒന്നല്ല, നമ്മുടെ വീക്ക്ലി മീൽ പ്ലാനിങ് ആണ് കേട്ടോ. ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നും കിട്ടുന്നല്ല. ഇപ്പം മറ്റേ നനഞ്ഞ കോഴിയുടെ പോലെ ഇല്ല, ഞാൻ കുളിച്ചായിരുന്നു. ഭയങ്കര ചൂടൊരു രക്ഷയില്ല. അപ്പൊ ഞാൻ തലയിൽ മേലേക്ക് കുളിച്ചിട്ട് ഞാൻ ഈറനോടെ വന്നിരിക്കുവാണ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈശ്വരാ, എനിക്ക് എന്തൊക്കെ കമന്റ് ഇതിന് കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മളായിട്ട് വ്ലോഗ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് നോ ഫാബ്രിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോവാട്ടോ നമ്മുടെ വീക്ക്ലി മീൽ പ്ലാനിങ് എന്തൊക്കെയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ നമ്മളുടെ ഒരു റെസിപ്പി ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇതിപ്പം ഈ ഒരാഴ്ചത്തേക്ക് നല്ലൊരു 2 ആഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ പറഞ്ഞു ഞാൻ വേറെ ഒന്നല്ല, നമ്മുടെ ഇതാണ് എന്താ ഇതിനെ പറയാ, നമ്മളുടെ ഉള്ളിച്ചമ്മന്തി, വെള്ളുള്ളി ചമ്മന്തിയാണ് കേട്ടോ. ഇതിന്റെ റെസിപ്പി ഞാൻ ഷോർട്സിലൊക്കെ ഞാൻ കുറച്ച് നാളിന് മുന്നൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇഷ്ടമുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. പിന്നെ കൊളസ്ട്രോൾ കാര്യങ്ങളിലൊക്കെ എൻ്റെ അമ്മമ്മയുടെ ഗ്രാൻഡ്മയുടെ കൈപ്പുണ്യമുള്ള സംഭവങ്ങളാണ്. അമ്മമ്മയുടെ അത്ര വന്നിട്ടില്ല, എന്നിരുന്നാലും നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഞാനിപ്പം ഇത് ആയത് വെള്ളം വരുന്നു ഈശ്വര. അപ്പം ഇതിപ്പം നമുക്ക് ഒരു 2 ആഴ്ചത്തേക്കുള്ള കഞ്ഞി, ചോറ്, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ സാധാരണ അച്ചാർ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹസ്ബൻഡ് ഉള്ള സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ്. അത് വേറൊന്നും കണ്ടിട്ടില്ല, നമുക്ക് സമയമില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. കാരണം ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ആ ടൈമിൽ നമ്മളുടെ ആ ഒരു തിരക്കായതുകൊണ്ടിട്ട് ആ ഡബിൾ ഹോസിന്റെ അച്ചാർ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അത് ഫുൾ ബോട്ടിലായിട്ട് ഇരിപ്പുണ്ട് ഏകദേശം. കണ്ടോ, ആ സമയത്ത് യൂസ് ചെയ്തു എന്നല്ലാണ്ട് അത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താണെന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ അത് കളയും. കാരണം ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാറും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. പിന്നെ വന്നിട്ട് അടുത്തത് ഞാൻ കാണിച്ചു തരാം. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ പഴയ വ്ലോഗ്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ചത്തേക്കുള്ള നമ്മളുടെ ഇത് ഷാലഡ്സും പിന്നെ ഗാർലിക്കും. ഇത്ര മതി. കാരണം ഞാൻ ഓൾറെഡി വേറൊരു സംഭവം മെയിൻ ഐറ്റം ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് നമ്മൾക്ക് ജസ്റ്റ് ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഇതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ടാണ് നമ്മുടെ സവാള. സവാള ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു ഗുണമുണ്ട് കേട്ടോ, പെട്ടെന്ന് ചീത്തയാവത്തൂല്ല. ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാൽ മതി. ഞാനൊരിക്കലും ഇങ്ങനെ സ്വിഗ്ഗിന്നോ വേറെ ഏതോ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു 5 കിലോ അറിയാതെ ഓർഡർ ചെയ്ത് പോയതാ.
എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചു. അത്യാവശ്യം കുറച്ച് നാളത്തെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷെ അതൊക്കെ അല്പം നല്ല പണിയുള്ള പണിയില്ല. അതിൽ വേറെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അതിന്റെ പീൽ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ മതി, കട്ട് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് പണി എളുപ്പമാണ്, സംഭവം ചീഞ്ഞു പോകത്തൊന്നുമില്ല, അവിടെ അത് ഇരുന്നോളും കുറച്ച് നാളും കൂടെ. ഓക്കെ, ഇനിയിപ്പോ ഞാനുണ്ടല്ലോ ഫ്രീസർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രീസറിൽ ഞാൻ എന്താ ഇതുണ്ടല്ലോ, ഈ 2 ബോട്ടിലാണ് ഞാൻ പറഞ്ഞത്. ഈ 2 ബോട്ടില് കണ്ടെയ്നർ, നോട്ട് ബോട്ടിൽ, ഈ 2 കണ്ടെയ്നർ വന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ. ഈ 2 കണ്ടെയ്നറിലും ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മീറ്റ്, റോ മീറ്റ് ആണ്. അപ്പം ഇത് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഞാൻ എന്താണെന്നുണ്ടെങ്കിലും മൺഡേ എടുക്കത്തില്ല. ബിക്കോസ് ഞാൻ എല്ലാ ഫ്രൈഡേ അവസാനിപ്പിക്കും. പിന്നെ സാറ്റർഡേ മോർണിംഗ് ആണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാനിങ്. അപ്പൊ ഞാൻ സൺഡേ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ്. ആക്ച്വലി 3 ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബോക്സ് നമ്മളുടെ തീർന്നുപോയി. ഞാൻ ഇപ്പൊ ആദ്യം ലെഫ്റ്റ് ഓവർ ആയിട്ട് 2 ബോക്സ് ഉള്ളൂ. ഇതിപ്പോ നമ്മൾ മൺഡേ എടുക്കാത്തതിന് പകരം ചൊവ്വാഴ്ച എടുക്കും, അതേപോലെ തന്നെ ഒന്ന് വ്യാഴാഴ്ച എടുക്കും. അതോടെ ഇത് തീരും. ഇരുന്നോളും കേട്ടോ, ഫ്രീസർ അല്ലേ, ഒരു കുഴപ്പമില്ല, ഇരുന്നോളും അത്. പിന്നെ ഇത് നമ്മുടെ റോമീറ്റ് നമുക്ക് ആസ് എ വിഷ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഈ വീക്കിൽ തീരും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് അത് പോവുകയും ചെയ്യും. നമുക്ക് ഫ്രൈ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള നമ്മളുടെ തേങ്ങ, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ തേങ്ങയാണ്, ഇത്രയും ബാക്കിയുള്ളൂ. നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പൊ അതിനുള്ള തേങ്ങ. പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ അല്ല, ഈ ആഴ്ച വാങ്ങിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓറിയോ ഷേക്ക് ഉണ്ടാക്കി. ഈ ആഴ്ച ഞാൻ കരുതി കസ്റ്റേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഷാർജ ഷേക്കോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി പിള്ളേർക്ക്. അപ്പം ഏകദേശം നമ്മളുടെ മീറ്റ് ഐറ്റവും പിന്നെ അങ്ങനത്തെ ചെറുതര നമ്മളുടെ തേങ്ങ, അതേപോലെ തന്നെ പാല്, ഇതൊക്കെ എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വീക്കിലേക്കുള്ളത് കേട്ടോ. ഇനി ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് കാണിച്ചു തരാവേ. ഫ്രിഡ്ജിന്റെ ഭംഗിയൊന്നും അധികം നോക്കരുത് കേട്ടോ, വലിയ ഭംഗിയൊന്നുമില്ല. പാല് വാങ്ങാനുണ്ട്, കാരണം ഇവിടെ പാലിന് ഭയങ്കര ചെലവുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ നൂഡിൽസ് ഒക്കെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. അതൊക്കെ ഈ ആഴ്ച വാങ്ങിച്ചതൊന്നും അല്ല. അതൊക്കെ ഞാനിങ്ങനെ നൂഡിൽസ് ഒന്നും അങ്ങനെ എടുക്കത്തില്ല. ഞാൻ അടച്ചിട്ട് പറയാൻ വെറുതെ കറണ്ട് ഇതാക്കണ്ട. നൂഡിൽസ് ഒന്നും അധികം ഞാൻ എടുക്കത്തില്ല. നൂഡിൽസ് എല്ലാം നമ്മൾ റിസർവ് ചെയ്ത് വെക്കും. എന്തെങ്കിലും ഇപ്പൊ നമുക്ക് വല്ല പനിയോ വയ്യാഴിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ആ സമയത്ത് നമുക്ക് ഓടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ അച്ചാറുണ്ട്, അപ്പൊ അതായാലും മതി. ഒരു പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാട്ടോ ഈ അച്ചാറിന്റെ ഗുണം ഞാൻ അറിയാറുള്ളത്. കാരണം പനിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വെള്ളുള്ളിയുടെ ഈ ചമ്മന്തിയും ആ ഇത്തിരി നമ്മളുടെ കുത്തരി ചോറും കൂടെ കഴിച്ചിട്ട് ഒരു പാരസെറ്റമോൾ വേണമെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് ചുക്ക് കാപ്പി ഇതും കൂടി കുടിച്ചോണ്ട് കിടന്നുറങ്ങിക്കേ പിറ്റേ ദിവസം ആകുമ്പം നോർമൽ ജലദോഷപ്പനിയൊക്കെ പോവാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടേ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മാറ്ററിൽ പോയില്ല. അപ്പൊ സംഭവം മനസ്സിലായില്ലേ? പരന്തു നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ ഇതിലോട്ട് പോവാം. എന്തൊക്കെയാണ് ഈ വീക്കിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ ഒരു റിസർവ് ഫുഡായിട്ട് ഞാൻ കരുതുന്ന 2 ഐറ്റമാണ്. റിസർവ് ഫുഡ് അല്ല, ഇത് ബാറ്റർ ആണ്. അതായത് ദോശ മാവും ഉണ്ട്, പിന്നെ ഇതിൽ വന്നിട്ട് നമ്മളുടെ അപ്പം മാവുണ്ട്, വെള്ളയപ്പം മാവും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് സൺഡേ എടുത്തിട്ടുണ്ടായിരുന്നു. സൺഡേ അല്ലേ, ഇതും ചിക്കൻ കറിയായിരുന്നു. അപ്പം ഞാൻ അധികം വെള്ളയപ്പം മാവ് ഉണ്ടാക്കി വെക്കില്ല, കാരണം അത് ചീത്തയായി പോകുമല്ലോ തേങ്ങ ഇടുന്നതുകൊണ്ടിട്ട്. അത് ഏകദേശം ഈ ഒരു കണ്ടെയ്നറിലും വേറൊരു കണ്ടെയ്നറിലും ഉണ്ടായിരുന്നു. ഒരു കണ്ടെയ്നർ തീർന്നു പോയി, ഇതിന്റെ ഹാഫ് ഉണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നാളെ എടുക്കും, അതേപോലെ തന്നെ വെനസ്ഡേയും എടുക്കും. ഓക്കെ, അപ്പൊ മൺഡേ വെനസ്ഡേ ഉള്ള നമ്മളുടെ വെള്ളയപ്പം മാവ് റെഡിയാണ്. അതിന്റെ കറി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഇട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ദോശമാവ് ഞാൻ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ദോശമാവാണ്. അപ്പം ദോശമാവിന് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ ഉണ്ട്, വെജിറ്റബിൾ, അപ്പൊ ടൊമാറ്റോ ചട്നി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുണ്ട്, തേങ്ങാ ചമ്മന്തി യൂസ് ചെയ്യാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തിരിക്കുന്നത് കൊണ്ടിട്ടാണ്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നല്ലോ കേട്ടോ, നല്ല അടിപ്പ സാമ്പാറായിരുന്നു. പക്ഷെ ഒരു അബദ്ധം പറ്റി, എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചൂടാക്കിയപ്പോൾ ഒന്ന് നന്നായിട്ട് അടുക്കി പിടിച്ചു. അപ്പം അടുക്കി പിടിച്ചത് കളഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ സാമ്പാറാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലും ഉണ്ട് സാമ്പാർ തന്നെയാണ്. അപ്പൊ നമുക്ക് ദോശയും സാമ്പാറും ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും എല്ലാമായിട്ട് നമുക്ക് ലാവിഷായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേരില്ല, ഇവ ഉള്ളപ്പോഴാണ് മെയിനായിട്ട് അങ്ങനെ
ബ്രേക്ക്ഫാസ്റ്റ് ശനി ഞായറും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ചില സമയത്ത് ഞാൻ പുട്ട് കഴിക്കാറുണ്ട്. ദൈവമേ, ഞാൻ അങ്ങനെ തള്ളുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. സോറി, വിശന്നാൽ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കും. പക്ഷെ ദോശ, അപ്പമൊക്കെ ഇവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ വൈകിട്ടായിരിക്കത്തുള്ളൂ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട്, അത് നിങ്ങൾ കണ്ടതല്ലേ, എൻ്റെ ഇഞ്ചി ആണെങ്കിൽ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇഞ്ചിക്കുമായി. പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് ഏകദേശം. പിന്നെ നമ്മുടെ ഈ ഒരാഴ്ചത്തേക്കുള്ള ബട്ടർ ഒരു 1 വീക്ക് 2 വീക്സ് ഉണ്ടാകും. പനീർ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് തന്നെയാണ്, ഞാൻ കുറച്ചെടുത്തു, ഇനിയിപ്പോൾ നാളെ മറ്റന്നേക്ക് എടുക്കണം. അപ്പോൾ പനീർ റെഡിയാണ്. പിന്നെ വന്നിട്ട് കേർഡ് ഉണ്ട്. അപ്പം നമുക്ക് സാമ്പാർ എല്ലാ ദിവസവും മടുക്കുകയാണ്. ഇപ്പം നാളെ സാമ്പാർ എടുക്കുന്നുണ്ട്, മറ്റന്നാൾ വേണമെങ്കിൽ നമുക്ക് മോരുചാറ് ഉണ്ടാക്കാം. മോരുചാറും വേണമെങ്കിൽ നെക്സ്റ്റ് ദിവസം, ഇനി ബുധനോ വ്യാഴോ നമുക്ക് ഇത് രസം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഒരു ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്തത് എനിക്ക് ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. പിന്നെ പപ്പടം ഉണ്ട്, നമുക്ക് പപ്പടം വറക്കാം. സാമ്പാർ ഉണ്ടെങ്കിൽ ചോറിന് പപ്പടം, അങ്ങനെയൊക്കെ. പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വറക്കാം, അങ്ങനെയൊക്കെ. പിന്നെ വന്നിട്ട് എന്താണ്, ഇതൊക്കെയാണ് എൻ്റെ ഐറ്റംസ്. ഞാൻ ഇങ്ങനെയാണ്, അതായത് ഞാൻ എത്ര വന്നാലും ഞാൻ മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. എൻ്റെ റെസ്ക്യൂ ഐറ്റംസ് എന്ന് വേണം പറയാൻ, രക്ഷപ്പെട്ട് പോകാനുള്ള ഐറ്റംസ് ആണ് ബാറ്റർ. അതായത് ദോശ, അതേപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മാവ്, അപ്പം മാവ്, ദോശമാവ്. പിന്നെ പുട്ടുപൊടിയൊക്കെ ഉണ്ട്, പുട്ടുപൊടി ഉണ്ട്. പിന്നെ മറ്റേ നമ്മുടെ എന്താ പറയാ, റവയുണ്ട്, ഉപ്മാവ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് അതിനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഈസി ആയിട്ട്. പിന്നെ നമുക്ക് ഈ ആഴ്ചയിലൊക്കെ വെജിറ്റബിൾ എനിക്ക് ലാഭത്തിന് കുറച്ച് വെണ്ടയ്ക്ക കിട്ടി, അപ്പൊ വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാരറ്റ് 2-3 എണ്ണം ഉണ്ട്, പിന്നെ ബീട്രൂട്ട് 2 എണ്ണം ഉണ്ട്. ഈ ആഴ്ച വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഉണ്ടാക്കുന്നില്ല, ബിക്കോസ് നമ്മുടെ സാമ്പാറിൽ ഓൾറെഡി എല്ലാ വെജീസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ബാലൻസ് ചെയ്ത് പോയിക്കോളും. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിരിക്കണം. കുട്ടികളൊക്കെ ഉള്ളതല്ല, അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേഗം താനും, എന്നാലും ഓവറായിട്ട് ഫുഡ് ഒട്ടും വേസ്റ്റ് ആക്കാനും സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കഴിച്ചിരുന്നുള്ളൂ, ഫുഡ് വേസ്റ്റ് ആക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇതൊക്കെയൊക്കെ ആണെങ്കിലും സ്കൂളിൽ വെജാണ് മിക്കവാറും കൊടുത്തു വിടുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഞാൻ അങ്ങനെ നോൺ അവർക്ക് കൊടുക്കാറുള്ളത്. റെഗുലർ ആയിട്ട് നോൺ അല്ല, ഒന്നിലേക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കും. ചിക്കൻ ആണ് കൊടുക്കാറുള്ളത്, ബീഫ് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ പയറ്, പരിപ്പ്, മല്ലിപ്പൊടി, ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വൻപയറും ചെറുപയറും ഈ ആഴ്ച എന്തായാലും ഒരു ദിവസം ഞാൻ ഉണ്ടാക്കും. ചെറുപയർ ചില സമയത്ത് മുളപ്പിക്കാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഴുക്ക് വരട്ടും, അതൊക്കെ തന്നെ. പിന്നെ പരിപ്പുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ സാമ്പാർ പരിപ്പാണ്, ഇത് രണ്ടും ഈ ആഴ്ച യൂസ് ചെയ്യും. അപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള ഒരു മീൽ എൻ്റെ ഏകദേശം പ്ലാൻഡ് ആണ്. പക്ഷെ ഞാനിപ്പോൾ തിങ്കളാഴ്ച ഇന്നത്, ചൊവ്വാഴ്ച ഇന്നത്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ അത്യാവശ്യം സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും കണ്ടില്ല, ഇപ്പൊ ക്ലീൻഡ് ആയിട്ടുള്ള നമ്മുടെ ഗാർലിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം പൊടികളും ഉണ്ട്, മാവുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ബാലൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഒരാഴ്ചത്തെ ചെലവ് വന്നിട്ട് എല്ലാ ആഴ്ചയൊന്നുമില്ല, ഒരു 1000 ആ രീതിയിൽ ഞാൻ നിർത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ എക്സ്ട്രാ നമ്മുടെ ബിസ്ക്കറ്റ്സും പൊടികളൊക്കെ എക്സ്ട്രാ വാങ്ങുമ്പോൾ ഒരു 2000 ആ ഒരു റേഞ്ചിലൊക്കെ വരാറുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒത്തിരി ഞാൻ എക്സീഡ് ആവാൻ നോക്കാറില്ല. ബഡ്ജറ്റ് ഒരു മാസം എൻ്റെ ഒരു അന്ന് ഞാൻ പറഞ്ഞാൽ തോന്നുന്നു ഒരു 6000 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കും. അത് ഡിപ്പെൻസ്, എന്തായാലും 7000 എബവ് ആവത്തില്ല ഗ്രോസറി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ കറണ്ട് ബില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വാട്ടർ ബില്ലും ഈ പറഞ്ഞതുപോലെ 200 രൂപ ആ റേഞ്ചൊക്കെ വാട്ടർ ബില്ലും വരാറുള്ളൂ. അത് എന്താ പറയാ, 2 മാസം കൂടുമ്പോഴാണല്ലോ, ബൈ മന്ത്ലി അല്ലേ വരുന്നത് വാട്ടർ ബില്ല്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചെലവ് വരവ് കണക്കുകൾ. ഇതൊന്നും ആരും ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം സ്ത്രീകളാവുമ്പോൾ നമുക്കതൊക്കെ അറിയാനുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ രാത്രി ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി കുത്തിരിക്കഞ്ഞി അങ്ങ് ഉണ്ടാക്കി കുടിക്കും. ഈ ചമ്മന്തി ഉണ്ടാവും, ഇത്തിരി തൈരും കൂടി അതിലിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും, അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം ഇതാണ് എൻ്റെ ഒരു വീക്കിലി, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ ആടയാഭരണങ്ങളൊന്നും ഇല്ല, ഇതാണ് ഞാൻ സാധാരണ റെഗുലർ ആയിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ബ്രെഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടൊന്ന് സൂക്ഷിക്കാൻ നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു സാഹചര്യം വരുവാണെങ്കിൽ ബ്രെഡും ജാമോ അല്ലെങ്കിൽ ബ്രെഡും ബട്ടറോ അങ്ങനെയൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം പെട്ടെന്ന് ഒരു വീട് മാറിയൊക്കെ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ന്യൂജൻ കപ്പിൾസോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികളായിട്ടാണെങ്കിലും ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്ന കുറേ മേഖലകളുണ്ട്. എന്തായിരിക്കണം ഈ ഒരാഴ്ചത്തേക്കുള്ള മീൽ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം,
അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ടെങ്കിലേ അങ്ങോട്ട് പൊയ്ക്കോളും സംഭവം, 1-2 ദിവസമൊക്കെ അങ്ങോട്ട് ഇരുന്നോളും. പിന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ഫ്രീസറിലോട്ട് വെച്ചാൽ മതി, കറിയാക്കിയിട്ട് അതും അവിടെ വേറെ എന്താ പറയാ ചീത്തയൊന്നും ആവാണ്ട് അവിടെ ഇരുന്നോളും. അപ്പൊ ഇത്രയൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു മീൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം വീഡിയോ ലാഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ അപ്പുറത്ത് കുറവില്ല. എനിക്കിത് ഒരു ലൈറ്റ് കത്തുന്നില്ല, ഒരു ലൈറ്റ് അടിച്ചു പോയി. ഓക്കെ, അപ്പൊ വീഡിയോ ലാഗ് ആണെന്നുണ്ടെങ്കിൽ ഐ ആം സോ സോറി. എനിവേ എന്താണെങ്കിലും തിരക്കാട്ടോ. ഓക്കെ, ബൈ.